ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ SSLCയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിൻഡോസ് ഓഫ് നോളജിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചെവി. അപ്പോൾ ഈ കുഞ്ഞു ചെവിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. അപ്പം വരാൻ സാധ്യതയുള്ള എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഏരിയാസും നമ്മളൊന്ന് കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞു ചെവി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെവീനെ ഇയർ. ആദ്യം മിസ് ഇതിൻ്റെ ഡിവിഷൻ പറഞ്ഞുതരാം, എന്നിട്ട് ഡയഗ്രാം വരച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇയറിന് നമുക്ക് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾക്കാണ് ആവശ്യം. ഒന്ന് നമ്മുടെ ബാലൻസിങ്, രണ്ടാമതായിട്ട് ഹിയറിങ്. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പം ഹിയറിങ്ങിനെ സഹായിക്കുന്നതാണ് നമ്മുടെ കോക്ലിയ. എല്ലാം ഉണ്ട്, പക്ഷെ മെയിനായിട്ട് കോക്ലിയേൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ശബ്ദഗ്രാഹികളുള്ളത്. അപ്പം ഹിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്നതാണ്. ആൻഡ് നമ്മുടെ ബാലൻസിങ് എന്ന് പറയുമ്പോൾ ശരീരതുലന നില പാലനം. ഓക്കെ, ആൻഡ് ഇതിന് നമ്മളെ കോക്ലിയ ശബ്ദഗ്രാഹികൾ, കോക്ലിയേൻ്റെ അകത്തുള്ള സ്മോൾ ഹെയർ സെൽസ് ആണ് ശബ്ദഗ്രാഹികൾ അല്ലെങ്കിൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ആൻഡ് ഇവിടെയാണെങ്കിൽ നമ്മുടെ വെസ്റ്റിബ്യൂൾ പ്ലസ് സെമി സർക്കുലാർ കനാൽ. വെസ്റ്റിബ്യൂളും അർദ്ധചന്ദ്രാകാര വാൽവല്ല, അർദ്ധവൃത്താകാര കുഴലുകൾ. ഓക്കെ, അർദ്ധവൃത്താകാര കുഴലുകൾ. വെസ്റ്റിബ്യൂളിനും മലയാളത്തിലും വെസ്റ്റിബ്യൂൾ എന്നാണ് പറയുക. ഇതാണ് ശരീരതുലന നില പാലിക്കാൻ സഹായിക്കുന്നത്. ഇനി ഈ രണ്ട് ആൾക്കാരെ നമ്മളൊരു കുറച്ച് സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ചെവിയുടെ രണ്ട് ഫങ്ഷൻസ് ആണല്ലോ. എന്തിനൊക്കെയാണ് നമ്മുടെ ചെവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് പറയാൻ പറ്റുക. ഇവരൊന്ന് സൈഡാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചെവിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. 3 ഭാഗങ്ങൾ. ഓക്കെ, ഒന്നാണ് എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ നമ്മൾ പറയും ബാഹ്യകർണം. അടുത്തതാണ് മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യകർണം. ദെൻ മൂന്നാമത്തതാണ് ഇന്റേണൽ ഇയർ, ആന്തരകർണം. ആന്തരകർണം. ഇവിടെ ഓരോ സ്ഥലത്തുള്ള ഭാഗങ്ങൾ, പാർട്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഇയർ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാഹ്യകർണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പിന്ന ഉണ്ട്. പിന്നേനെ നമ്മൾ മലയാളത്തിൽ പറയും ചെവിക്കുട എന്നാണ് പറയാം. ഓക്കെ, പിന്ന നമ്മൾ മലയാളത്തിൽ പറയും ചെവിക്കുട. ഓക്കെ, ദെൻ ഓഡിറ്ററി കനാൽ, കർണനാളം എന്ന് പറയും. കർണനാളം. ദെൻ മൂന്നാമതായിട്ട് ടിംപാനം അല്ലെങ്കിൽ ടിംപാനിക് മെംബ്രെയിൻ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പറയും കർണപടം. ഇതാണ് നമ്മുടെ ബാഹ്യകർണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയറിൻ്റെ പാർട്സ്. ഇനി നമുക്ക് നമ്മുടെ മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയറിനെ നോക്കിക്കഴിഞ്ഞാൽ, മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയർ. അപ്പോൾ ഈ മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയറിൽ നമുക്ക് ഇതേപോലെ തന്നെ ഉള്ളത് 3 ബോൺസ് ആണ്, 3 കുഞ്ഞ് അസ്ഥികൾ. അതിന് നമ്മൾ പറയും ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ അസ്ഥി ശൃംഖല എന്നാണ് മലയാളത്തിൽ പറയുക. അസ്ഥി ശൃംഖല. അപ്പോൾ ഇതിനകത്ത് 3 കുഞ്ഞ് അസ്ഥികളാണുള്ളത്. അസ്ഥി ശൃംഖല എന്ന് പറഞ്ഞാൽ 3 കുഞ്ഞ് അസ്ഥികൾ നിൽക്കുകയാണ്. ആ അസ്ഥികളുടെ പേരാണ് മാലിയസ്, ഇൻകസ്, ദെൻ സ്റ്റേപ്പിസ്. മലയാളത്തിൽ ഇത് തന്നെയാണ് പറയുക, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. റെഡി? പിന്നെ നമുക്കൊരു യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്. മലയാളത്തിൽ നമ്മൾ പറയും യൂസ്റ്റേഷ്യൻ നാളി. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. യൂസ്റ്റേഷ്യൻ നാളി. ഇത്രയാണ് നമ്മുടെ മധ്യകർണം അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഇയറിലുള്ളത്. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ
ഇൻറ്റേർണൽ ഇയർ, ആന്തരകർണം. ഇൻറ്റേർണൽ ഇയറിലേക്ക് നമുക്ക് പറയുന്നത് മെയിനായിട്ട് ഇയർ ഓസിക്കിൾസ് എല്ലാം കഴിഞ്ഞു. ഇത് നേരെ പോകുന്ന നമ്മുടെ കോക്ലിയ ഉണ്ട്. കോക്ലിയയിൽ നിന്ന് പോകുന്ന നമ്മുടെ ഓഡിറ്ററി നെർവ് ഉണ്ട്. ഓഡിറ്ററി നെർവ്, ശ്രവണനാഡി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ദെൻ വെസ്റ്റിബ്യൂളിനെ മലയാളത്തിലും വെസ്റ്റിബ്യൂൾ എന്നാ പറയാ. ദെൻ സെമി സർക്കുലാർ കനാൽ അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ. ആൻഡ് ഇവിടെ നിന്ന് വെസ്റ്റിബ്യൂളിൽ നിന്ന് പോകുന്ന വെസ്റ്റിബുലാർ നെർവ്, വെസ്റ്റിബുലാർ നാഡി എന്ന് പറയും. ഓക്കെ, അപ്പോൾ കോക്ലിയ, മലയാളത്തിലും കോക്ലിയ, അർദ്ധവൃത്താകാര ശ്രവണനാഡി, വെസ്റ്റിബ്യൂൾ, മലയാളത്തിലും വെസ്റ്റിബ്യൂൾ, അർദ്ധവൃത്താകാര കുഴൽ, വെസ്റ്റിബുലാർ നാഡി. റെഡി? അപ്പോൾ ഇതാണ് നമ്മളുടെ മൊത്തത്തിലുള്ള നമ്മുടെ ചെവിയുടെ ഒരു ഡയഗ്രം, അല്ലെങ്കിൽ ചെവിയുടെ ഒരു ആകെ മൊത്തം എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിനെ നമ്മളൊരു പിക്ചറിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെയാണ് എൻ്റെ മക്കൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എക്സാമിന് ഇതാണ് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യം പറഞ്ഞു നമ്മുടെ ചെവിക്ക് ഒരു ഏറ്റവും പുറമെയുള്ള ഭാഗമുണ്ട് അല്ലേ? അതിൽ നിന്ന് പോകുന്ന ഒരു ഇൻറ്റേർണൽ കനാലുണ്ട്. അതിനകത്ത് ചെന്ന് എത്തുന്നത് ഒരു വലിച്ചു കെട്ടിയ ഒരു സെമി സർക്കുലാർ ആയിട്ടുള്ള ഒരു കനാൽ, ഒരു മെംബ്രെയിനിലേക്കാണ്. സോ ഏറ്റവും പുറമെയുള്ള ഇതിനെ നമ്മൾ പറയും പിന്ന. പിന്നെ വരുന്നതാണ് ഓഡിറ്ററി കനാൽ. പിന്നെ വരുന്നതാണ് നമ്മുടെ ടിംപാനം. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ ഇതിന് നമ്മൾ ചെവിക്കുട, കർണനാളം, കർണപടം, ഇതാണ് നമ്മുടെ ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ. ഇത് നമ്മൾ പറഞ്ഞ മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യകർണത്തിൽ നമുക്ക് 3 കുഴലുകൾ, 3 കുഞ്ഞ് അസ്ഥികളാണ്, 3 ചെറിയ ബോൺസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ബോണാണ് നമ്മുടെ മാലിയസ്, ദെൻ ഇൻകസ്, ദെൻ സ്റ്റേപ്പിസ്. ഏറ്റവും ചെറുതാണ് സ്റ്റേപ്പിസ് കേട്ടോ, ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഓക്കെ, സോ ഇത് നമ്മുടെ മാലിയസ്, മലയാളത്തിൽ മാലിയസ് ആണ് കേട്ടോ. ദെൻ ഇൻകസ്, ദെൻ സ്റ്റേപ്പിസ്. ഇവരെ 3 പേരെയും കൂടെ ചേർത്ത് നമ്മൾ പറയും ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ അസ്ഥി ശൃംഖല. ഇയർ ഓസിക്കിൾസ് അല്ലെ അസ്ഥി ശൃംഖല. ഇനി ഇവിടുന്ന് വരുന്ന നമ്മളുടെ മിഡിൽ ഇയറിനെ, മധ്യകർണമാണല്ലോ ഇത്, ഈ മധ്യകർണത്തിനെ നമ്മുടെ ഫാരിങ്സ് അല്ലെങ്കിൽ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് ഇത്, യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി. യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയും. ഇനി ഇത് നേരെ തുറക്കുന്നത് നമ്മുടെ ആന്തരകർണത്തിലേക്കാണ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇയറിലേക്കാണ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ ഇയറിലേക്ക് നമ്മുടെ സ്റ്റേപ്പിസ് അല്ലേ ഇവിടെ ലാസ്റ്റ് ഉള്ളത്. സ്റ്റേപ്പിസിനെ ഇൻറ്റേർണൽ ഇയർ ആന്തരകർണവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ നമ്മൾ പറയും ഓവൽ വിൻഡോ. ഓക്കെ, അപ്പോൾ ഓവൽ വിൻഡോ ആണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ഓവൽ വിൻഡോ വഴി ഇത് നേരെ തുറക്കുന്നത് നമ്മുടെ ഈ സെമി സർക്കുലാർ കനാലിൻ്റെ ഇവിടെയുണ്ട്. ഓക്കെ, ഇതിന് മിസ് കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കട്ടെ. എന്താ മിസ് എടുത്തേ? സ്റ്റേപ്പിസ്. ഓക്കെ, റെഡി. ഓക്കെ, ഇത് നേരെ തുറക്കുന്നത് നമ്മുടെ ഈ ഒരു ഇൻറ്റേർണൽ ഇയറിലേക്കാണ്, ആന്തരകർണം. ഓക്കെ, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മക്കൾ, ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്ന ഈ ഭാഗം, ഇതിനെയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയാം. വെസ്റ്റിബ്യൂൾ. ഇതാണ് നമ്മുടെ സെമി സർക്കുലാർ കനാൽ അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴൽ. ഇതാണ് നമ്മുടെ കോക്ലിയ.
ഓക്കെ, അതിൽ കോക്ലിയൻ്റെ ഉള്ളിലാണ് നമ്മുടെ ശബ്ദഗ്രാഹികൾ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള ഹെയർ സെൽസ് ഉള്ളത്. വെസ്റ്റിബ്യൂളിലും സെമി സർക്കുലർ കനാൽ അർദ്ധവൃത്താകാര കുഴലിനുള്ളിലാണ് ശരീര തുലനനില ബോഡി ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹെയർ സെൽസ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ തുറക്കുന്ന ഈ മെംബ്രെയിൻ ഇതിനെ നമ്മൾ ഓവൽ വിൻഡോ എന്നാണ് പറയുക. ഓക്കെ, ഓവൽ വിൻഡോ. അതേപോലെ വേറൊരു സാധനം ഇങ്ങോട്ടേക്ക് തുറക്കുന്നുണ്ട്, ഇവിടെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, വേറൊരു സാധനം ഇവിടെ ഇങ്ങനെ തുറക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇതിന് നമ്മൾ റൗണ്ട് വിൻഡോ എന്നാണ് പറയുക. ഒരു മെംബ്രെയിൻ മാത്രമാണ് കേട്ടോ റൗണ്ട് വിൻഡോ. ഇതിന് മുകളിലായിട്ട് ഇവിടെ ഓവൽ വിൻഡോ, സ്റ്റേപ്പസ് ആന്തരകർണത്തിലേക്ക് തുറക്കുന്നതാണ് ഓവൽ വിൻഡോ. ആൻഡ് ഇത് നമ്മുടെ സെമി സർക്കുലർ കനാൽ അർദ്ധവൃത്താകാര കുഴൽ. ഇത് നമ്മുടെ വെസ്റ്റിബ്യൂൾ, ഇത് നമ്മുടെ കോക്ലിയ. കോക്ലിയൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഓഡിറ്ററി കേൾവിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പൾസസിനെ കൊണ്ടുപോകുന്നതാണ് ഓഡിറ്ററി നെർവ്. ഓക്കെ, ഇവിടെ വെസ്റ്റിബ്യൂളിൽ നിന്ന് പോകുന്ന നെർവ് ഉണ്ട്. വെസ്റ്റിബ്യൂളിൽ നിന്ന് പോകുന്ന നെർവാണ് വെസ്റ്റിബുലാർ നെർവ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കേൾവിയുടെ അല്ലെങ്കിൽ ഹിയറിങ്ങിൻ്റെ ഒരു പാത്ത് വേ എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്തൊക്കെ എഴുതണം, എവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ പിന്ന അല്ലെങ്കിൽ ചെവിക്കുടയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്ന അല്ലെങ്കിൽ ചെവിക്കുട സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമതായിട്ട് നമ്മുടെ ഓഡിറ്ററി കനാലിലെത്തും. ഓക്കെ, വേറെ കളർ എടുക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മളുടെ ചെവിക്കുട. ഇത് നമ്മുടെ സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യും. എന്നിട്ട് ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളത്തിന് കൊടുക്കും. അത് നേരെ നമ്മളുടെ ടിംപാനത്തിലെത്തും. അപ്പോൾ ടിംപാനം ഇങ്ങനെ കമ്പനം ചെയ്യൽ വൈബ്രേറ്റ് ചെയ്യും. അത് നേരെ നമ്മുടെ മാലിയസ്, ദെൻ ഇൻകസ് അല്ലെങ്കിൽ സ്റ്റേപ്പസ്, ഇതിന് മൂന്നിനെയും ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഇയർ ഓസിക്കൽസ് അല്ലെങ്കിൽ അസ്ഥി ശൃംഖല എന്ന് പറയാം. അത് നമ്മളുടെ ഈ ഒരു ഓവൽ വിൻഡോ വഴി കോക്ലിയൻ്റെ ഉള്ളിലെത്തും. കോക്ലിയൻ്റെ ഉള്ളിൽ അപ്പോൾ എന്തുണ്ടാകും? ഹെയർ സെൽസ് ഇളകും. ഹെയർ സെൽസ് ഇളകിയാൽ ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസ് ഉണ്ടാവും. ഇതിനെ നമ്മളുടെ നെർവ് കൊണ്ടുപോകും. ഇതാണ് നമ്മളുടെ ആ ഒരു പാത്ത് വേ. ഓക്കെ, ആൻഡ് ഇതിൽ പല ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ട് നമ്മളോട് ഇതിൻ്റെ ഫങ്ഷൻ ഏത് എന്ന് ചോദിക്കാറുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചെവിക്കുട അല്ലെ പിന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കുകയാണ്. ഓഡിറ്ററി കനാൽ അല്ലെ കർണനാളങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ടിംപാനത്തിൽ ഈ ശബ്ദ തരംഗങ്ങളെ സൗണ്ട് വേവ്സിന് എത്തിക്കുകയാണ്. ഇതിനെന്താണ് ടിംപാനം ചെയ്യാം? വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. ഓക്കെ, ദെൻ ഇയർ ഓസിക്കിൾസോ ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ്, കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിൽ കൊടുക്കും. ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്ഫർ ദ വൈബ്രേഷൻസ് ടു ദ ഇൻറ്റേർണൽ ഇയർ. ദെൻ യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്താ? യൂസ്റ്റേഷ്യൻ ട്യൂബാണ് നമ്മളെ ടിംപാനത്തിൻ്റെ രണ്ട് സൈഡുമുള്ള പ്രഷർ ബാലൻസ് ചെയ്യുക. ടിംപാനത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ബാലൻസ് ചെയ്യാണ്. ഇയർ ഓസിക്കിൾസ് വൈബ്രേഷൻസിനെ ആംപ്ലിഫൈ ചെയ്ത് വർദ്ധിപ്പിച്ച് കടത്തിവിടുന്നു. ഓക്കെ, ദെൻ കോക്ലിയ, അതിനകത്താണ് ഹെയർ സെൽസ് ഉള്ളത്. ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവരെ കൊടുത്തിട്ടുമുണ്ട്. ഓവൽ വിൻഡോ ആണ് കമ്പനങ്ങളെ അല്ലെ വൈബ്രേഷൻസിനെ ആന്തരകർണം ഇന്നേണൽ ഇയറിലേക്ക് കടത്തിവിടുന്നത്. റൗണ്ട് വിൻഡോ കോക്ലിയൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ, ആ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നതാണ്. ഇനി എൻ്റെ മക്കൾക്ക് ഇത് മനസ്സിലായി എങ്കിൽ നിങ്ങളിതൊന്ന് കമൻറ്റ് ചെയ്യുക. മിസ് ഇപ്പോൾ ഒരു ഭാഗം അടയാളപ്പെടുത്തും. ഇതെന്താണ് ആൻഡ് ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? മിസ് അടയാളപ്പെടുത്തുന്ന ഭാഗം എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുമാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇത് ഏതാണ് ഈ ഭാഗം മിസ് അടയാളപ്പെടുത്തിയത്, അതിൻ്റെ ഫംഗ്ഷൻ എന്നാന്ന് എൻ്റെ മക്കളെല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഇയറിൻ്റെ ഡയഗ്രാം ഹെൽപ്ഫുൾ ആയെങ്കിൽ അതും അറിയിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ തന്നെ എക്സാമിന് മുമ്പ് പഠിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിച്ച് തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാക്ക്ലോഗ് സീരീസും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കും.